Hi, hello. Welcome to Competitive Cracker. എൻ്റെ പേര് അനുശ്രീ. ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഇന്ന് നമ്മൾ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട 10th ലെവൽ എക്സാംസിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. നമുക്കറിയാം ഇനിയിപ്പം നമ്മുടെ VFA പോലുള്ള 10th ലെവൽ പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ VFA പോലുള്ള പരീക്ഷകൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആ സിലബസിനെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കാം. നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പം ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തതിനൊക്കെ ശേഷം ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ തയ്യാറെടുത്ത് തുടങ്ങണമല്ലോ. അപ്പം നമ്മുടെ കയ്യിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? തീർച്ചയായിട്ടും സിലബസ് ആണ്. നമ്മൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്നവരാണെങ്കിലും നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടും എന്തുണ്ടാവണം? നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ടാവണം. അപ്പം ഇന്ന് നമ്മളിതാ നമ്മുടെ 10th ലെവലിലെ സിലബസ് ആണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഈ സിലബസ് പരിചയപ്പെട്ടുകൊണ്ട് ഇവിടെ ഏതൊക്കെ ഏരിയാസിനാണ് ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നോക്കിക്കേ, ഇവിടെ പൊതുവിജ്ഞാനം എന്ന ഭാഗത്ത് അവിടെ വരുന്ന പ്രധാനപ്പെട്ടതാണ് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനവും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതികശാസ്ത്രം, രസതന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നോക്കിക്കേ, ചരിത്രത്തിന് 5 മാർക്കാണ്, ഭൂമിശാസ്ത്രത്തിന് 5 മാർക്കാണ്, ധനതത്വശാസ്ത്രം നമ്മുടെ എക്കണോമിക്സിന് 5 മാർക്കാണ്, ഭരണഘടനയ്ക്ക് 5 മാർക്കാണ്, കേരളം, ഭരണവും ഭരണ സംവിധാനത്തിന് 5 മാർക്കാണ്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 5 മാർക്കാണ്, സയൻസിലേക്ക് വരുമ്പോൾ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിന് 6 മാർക്കാണ്, ഭൗതികശാസ്ത്രത്തിന് 3ഉം രസതന്ത്രത്തിന് 3ഉം മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ കലാ, കായികം, സാഹിത്യം എന്നിവയ്ക്ക് 5 മാർക്കാണ്, കമ്പ്യൂട്ടറിന് 3 മാർക്കാണ്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആനുകാലിക വിഷയങ്ങളുടെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 20 മാർക്കാണ്. പിന്നെ ഇവിടെ 30 മാർക്ക് MEM ആണ്. 30 മാർക്ക് നമ്മുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സിനാണ് 30 മാർക്ക് വരുന്നത്. ബാക്കി നമ്മുടെ 70 മാർക്കും വരുന്നത് പൊതുവിജ്ഞാനത്തിന്റെ മേഖലയ്ക്കാണ്. പൊതുവിജ്ഞാനത്തിന്റെ മേഖലയിലാണ് ബാക്കി ടോപ്പിക്കുകളെല്ലാം വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സിലബസിനെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം? സിലബസ് മൊത്തം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് ചില ആളുകളുണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ അല്ലേ? ഈ ഒരു വലിയ സിലബസ്, ഇത്രയും വലിയൊരു സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഒരു പരീക്ഷയ്ക്ക് പോവുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? കൃത്യമായിട്ടും ഇതിൽ വരുന്ന സബ് ടോപ്പിക്കുകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. അവിടെ തന്നെ എവിടെ നിന്നാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. റിപ്പീറ്റഡ് ഏരിയാസ് ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു സിലബസിന് നമ്മൾ മുറിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളിൽ എവിടെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിക്കേ, ചരിത്രത്തിൽ തന്നെ നമുക്ക് 3 ചരിത്രങ്ങളാണ് പഠിക്കാനുണ്ട്. വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രം പഠിക്കണം, അതുപോലെ തന്നെ കേരളത്തിന്റെ ചരിത്രം പഠിക്കണം, ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം. ഈ 3 ചരിത്രങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ഇത് വളരെ വാസ്റ്റ് ആയിട്ടൊരു സിലബസ് ആണ്. 3 ചരിത്രങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. 3 ടൈപ്പ് ചരിത്രങ്ങൾ വരണമെങ്കിൽ തന്നെ എടുക്കും 1 വർഷം അല്ലേ? അത്രയും വാസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ മാർക്ക് വെയിറ്റേജ് എത്രയാണ് വരുന്നത്? മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് 5 മാർക്കാണ്. ഈ 5 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ 1 വർഷം മൊത്തം ഇരുന്നിട്ട് ഹിസ്റ്ററി പഠിക്കുന്നത് മണ്ടത്തരമാണ് അല്ലേ? അപ്പം ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ചോദ്യമേഖലകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതും ഏരിയാസ്, ഹോട്ടായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടതും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ്. ഇതുപോലെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് മാത്രം പഠിക്കുക അല്ലേ? പഠിക്കേണ്ടത് മാത്രം പഠിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കേരള ചരിത്രത്തിൽ നമുക്ക് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം അല്ലേ? അതുപോലെ തന്നെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, കേരളം 1956 ശേഷം
ഉള്ള സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം തുടങ്ങിയതാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഓക്കെ, ഇത് പഠിക്കാം. ഇവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്യന്മാരുടെ കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇവിടെ എല്ലാ യൂറോപ്യന്മാരുടെ ഭാഗത്തുനിന്നും നമ്മൾ എല്ലാം ഇരുന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസ് ചെയ്യണം. ഇവിടെ പോർച്ചുഗീസുകാരെ എടുക്കാം. പോർച്ചുഗീസുകാരെ നമ്മൾ പഠിക്കുമ്പം പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ നമുക്ക് പഠിക്കാം, അല്ലെ? പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട സമ്പ്രദായങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്ലൂ വാട്ടർ പോളിസി പോലുള്ള നീല ജല നയം പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ സമയത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ പ്രധാനമായിട്ടും പോർച്ചുഗീസുകാർ നമുക്ക് നൽകിയ സംഭാവനകൾ. ഡച്ചുകാരുടെ ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? അത് ഡച്ച് മൊത്തം ഇരുന്ന് പഠിക്കാതെ ഡച്ചുകാർ ഇവിടെ നൽകിയ കോൺട്രിബ്യൂഷൻസ് നമുക്ക് പഠിക്കാം. ഹോർത്തൂസ് മലബാരിക്കസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റുന്ന സാധനം ഏതാ? നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധം, കൊളച്ചൽ വാർ നമുക്ക് പഠിക്കാം. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം പഠിക്കാം. ഇപ്പൊ ഡച്ച് എന്ന് പറഞ്ഞാൽ ഡച്ച് A to Z ഡച്ചുകാർ വന്നപ്പോൾ തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ഫുള്ളി ഇരുന്ന് പഠിക്കാണ്ട് അവിടുത്തെ ഹോട്ടായുള്ള ഏരിയാസ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഇനി നമുക്കിവിടെ യൂറോപ്യന്മാരുടെ വരവിൽ തന്നെ നമുക്ക് ബ്രിട്ടീഷുകാരെ പറ്റി പഠിക്കാനുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കേരള ഹിസ്റ്ററിയിലോട്ടേക്ക് വരുമ്പോൾ നമുക്ക് അധികമില്ല. അവിടെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ സമ്മറൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപം പോലുള്ള കലാപങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ അവിടെ പഠിക്കാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് പോർച്ചുഗീസുകാരെയാണ്. പോർച്ചുഗീസുകാരെ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ഡച്ചുകാരുമായി ബന്ധപ്പെട്ടിട്ട് കൊളച്ചിൽ വാർ തുടങ്ങിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഡച്ചുകാർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കൊളച്ചിൽ വാർ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാർത്താണ്ഡവർമ്മേനെ അവിടെ പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇനി തിരുവിതാംകൂർ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് റൂളേഴ്സിനെ പരിചയപ്പെടാനുണ്ട്. ആ എല്ലാ റൂളേഴ്സിനും ഇരുന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ റൂളേഴ്സിനും അറിഞ്ഞിരിക്കുക. പഠിക്കേണ്ട എന്നല്ല പറയുന്നത്, അറിഞ്ഞിരിക്കണം. ഇന്ന റൂളേഴ്സ് ഒക്കെ ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. പക്ഷെ അവിടെ ഫോക്കസ് കൊടുക്കേണ്ടത് ഏതൊക്കെ റൂളേഴ്സിനെയാ? തീർച്ചയായിട്ടും മാർത്താണ്ഡവർമ്മയ്ക്ക് ഫോക്കസ് കൊടുക്കണം. മാർത്താണ്ഡവർമ്മേനെ പഠിക്കണം. പിന്നെ ആരെ പഠിക്കണം? അവിടുത്തെ സ്ത്രീ ഭരണാധികാരികളുണ്ടല്ലോ, അവിടുത്തെ സ്ത്രീ ഭരണാധികാരികളെ കൃത്യമായിട്ടും പഠിക്കണം. ചോദ്യങ്ങൾ വരുന്ന ഏരിയ ആണ്. പിന്നെ നമ്മുടെ സ്വാതി തിരുനാളിനെ പഠിക്കുക. സ്വാതി തിരുനാൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശ്രീമൂലം തിരുനാളിനെ പറ്റി പഠിക്കുക. അപ്പോൾ ഇവിടെ കൂടുതലും നിങ്ങൾ തിരുവിതാംകൂർ ചരിത്രം പഠിക്കുമ്പോൾ വുമൻ റൂളേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. പിന്നെ അവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എഡ്യൂക്കേഷനിലൊക്കെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി നമുക്ക് നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പഠിക്കുമ്പോഴും ഇപ്പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റാങ്ക് ഫയൽ അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരെയും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഫുൾ ഇരുന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് A to Z ഓരോ നവോത്ഥാന നായകന്മാരെയും എടുത്ത് പഠിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിട്ടുള്ള നവോത്ഥാന നായകന്മാരെ മാത്രം എടുത്ത് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ആണെങ്കിലും ആൻസേഴ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്. എപ്പോഴും ചോദ്യം വരുന്ന ഒരു മേഖലയാണ് യുണൈറ്റഡ് കേരള മൂവ്മെന്റ്. അത് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾ ആ രീതിയിലാണ് നിങ്ങൾ കേരള ഹിസ്റ്ററിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് പോവാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഗാന്ധിയൻ ഇറയിൽ നിന്നാണ്. ഗാന്ധിയുടെ കാലഘട്ടത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ഗാന്ധിജിയുടെ കാലത്ത് നടന്ന അല്ലെങ്കിൽ ഗാന്ധിയൻ ഇറയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റുകളും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളും കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. 1917 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ആ ഒരു ക്രൊണോളജി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഗാന്ധിയൻ ഇറക്കാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക? റിവോൾട്ട് ഓഫ് 1857 1857 ഇൻഡിപെൻഡൻസ് വാർ ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന 1857 ശിപായി ലഹള എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചുക. ശിപായി ലഹളയിൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ട ലീഡേഴ്സിനെയുമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ പല ഇതിലും വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഗാന്ധിയൻ ഇറക്കി ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുക. വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ പ്രത്യേകിച്ച് ഒഴിവാക്കാൻ ഒന്നുമില്ല. വേൾഡ് ഹിസ്റ്ററി എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇവിടെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്നതും ഈസി ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ വിപ്ലവങ്ങൾ, റവല്യൂഷൻസ് പഠിക്കണം. റവല്യൂഷൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള റവല്യൂഷൻ ഫ്രഞ്ച് വിപ്ലവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഈ 3 മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ വിപ്ലവങ്ങൾ എന്ന ഭാഗത്തിന് തീർച്ചയായും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ UN-ഉം വിപ്ലവവും കൃത്യമായിട്ടും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്ന് എപ്പോഴും 1-2 മാർക്ക് നമുക്ക് ഷുവർ ഷോർട്ടായിട്ട് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത് നമുക്ക് ജോഗ്രഫിയിലേക്ക് പോവാം. ജോഗ്രഫി 3 വിധമുണ്ട്. നമുക്ക് ഫിസിക്കൽ ജോഗ്രഫി പഠിക്കാനുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുണ്ട്, കേരള ജോഗ്രഫി പഠിക്കാനുണ്ട്. 3 ജോഗ്രഫിക്കും കൂടി നമുക്ക് 5 മാർക്കേ വെയിറ്റേജ് വരുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷെ 5 മാർക്കേ നമുക്ക് വെയിറ്റേജ് ഉള്ളൂ. അതിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫിയിൽ നമുക്ക് അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഭൂമിയുടെ ഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഭൂമിയുടെ ഘടനയൊക്കെ ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ റെയർ ആണ് അല്ലെ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഭൂമിയുടെ ഘടനയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഭൂമിയുടെ ഘടനയിൽ തന്നെ പല രീതിയിലും തിരിച്ചും മറിച്ചും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അങ്ങനെയും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഒക്കെ ചോദ്യം വരുന്ന മേഖലയാണ്. കൃത്യമായിട്ടും ഭൂമിയുടെ ഘടന പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അന്തരീക്ഷം എന്നുള്ള മേഖലയിൽ നമ്മുടെ അന്തരീക്ഷ പാളികളുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ്. അന്തരീക്ഷം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പാറകൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. പാറകൾ എന്നുള്ളത് ആഗ്നേയശിലയുടെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ പാറകൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അന്തരീക്ഷമർദ്ദവും കാറ്റും എന്ന മേഖലയിൽ കാറ്റിന്റെ ഭാഗത്തു നിന്ന്, കാറ്റുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിപ്പം പ്രാദേശികവാദങ്ങളിൽ നിന്നാണെങ്കിലും സ്ഥിരവാദങ്ങളിൽ നിന്നാണെങ്കിലൊക്കെ ചോദ്യങ്ങൾ പല രീതിയിൽ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. പ്രാദേശികവാദങ്ങളിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പം വാദങ്ങൾ അല്ലെങ്കിൽ കാറ്റ് എന്ന മേഖലയും നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള ജോഗ്രഫിയുടെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ബേസിക് ജോഗ്രഫി ഉണ്ടല്ലോ. ഇപ്പം ലാറ്റിറ്റ്യൂഡ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട്. പെരിഹീലിയൻ, അപ്ഹീലിയൻ എന്ത്, പെരിഹീലിയൻ എന്ത്, സമരാത്ര ദിനങ്ങൾ എന്ത്, സമ്മർ സോളിസ്റ്റൈസ് എന്ത്, വിന്റർ സോളിസ്റ്റൈസ് എന്ത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഈ ഒരു ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗത്ത്, ജോഗ്രഫിയുടെ ഭാഗത്ത് പഠിച്ചു വെക്കുക. ഇനി ഈ മേഖലയിലേക്ക് വരുമ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് സമുദ്രങ്ങളുടെ ഭാഗം. സമുദ്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഓഷ്യൻ കറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം ഓഷ്യൻ കറൻസ് എന്നുള്ള സാധനം നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യം മാപ്പുകളാണ്. മാപ്പുകളിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കണ്ടിട്ടുണ്ട്. അപ്പോൾ ടോപ്പോഗ്രഫിക് മാപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ കൂടുതൽ പഠിച്ചു വെക്കുക. എങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ജോഗ്രഫി പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇന്ത്യയുടെ ജോഗ്രഫിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് പോവുകയാണെങ്കിൽ വലിയ, അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഫിസിക്കൽ ഡിവിഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ് ഒക്കെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പക്ഷെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നദികളെ പറ്റി പഠിക്കണം. ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഷുവർ ഷോട്ട് ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ തന്നെ നമ്മുടെ ഉത്തരപർവ്വത മേഖല ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് മൗണ്ടെയിൻ പാസസിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഈ ഒരു ഉത്തരപർവ്വത മേഖല കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഉത്തരപർവ്വത മേഖലയുടെ ഒപ്പം തന്നെ നമുക്ക് എന്ത് പഠിച്ചു വെക്കാം, ഹിമാലയൻ നദികൾ പഠിച്ചു വെക്കാം. അപ്പൊ നദികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് നദികളെ പറ്റി പഠിക്കുന്നതിലും നല്ലത് ഉത്തരപർവ്വത മേഖല പഠിക്കുന്നു. എന്തായാലും അവിടെ ഹിമാലയാസിനെ പറ്റിയാണല്ലോ പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നദികളിൽ ഹിമാലയൻ നദികളെ നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ കമ്പൈൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഹിമാലയൻ നദികൾ നിങ്ങൾക്ക് അവിടെ സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ തുടങ്ങിയ 3 നദികളെ നിങ്ങൾക്ക് അവിടെ അങ്ങ് പഠിച്ചു തീരും. ഇനി നമുക്ക് അടുത്ത ഫിസിക്കൽ ഡിവിഷൻ ആയിട്ടുള്ള ഉത്തര മഹാസമുദ്രത്തിലേക്ക് പോകുമ്പോൾ ഉത്തര മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇന്ത്യയുടെ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് പോകുമ്പം അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ചേർത്ത് വെച്ചിട്ട് ഉപദ്വീപീയ നദികളെ പഠിക്കാം. അപ്പൊ നദികൾ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഉത്തരപർവ്വത മേഖല പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഹിമാലയൻ നദികളെ പഠിച്ചിട്ട് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഉപദ്വീപീയ പീഠഭൂമികളെ അല്ലെങ്കിൽ ഉപദ്വീപീയ
നദികളെ പഠിച്ചാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യൻ കാലാവസ്ഥ, മൺസൂൺ സിസ്റ്റം കൃത്യമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. മൺസൂണിൻ്റെ ആ ഒരു വരവും അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ഏരിയ ഇവിടുത്തെ അഗ്രികൾച്ചറാണ്. അത് നമുക്ക് എക്കണോമിക്സിലാണെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ പ്രധാനപ്പെട്ട ക്രോപ്പിംഗ് സീസൺസും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന മേഖലയാണ്. അവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നു കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ റോഡ്, റെയിൽവേ, ഗതാഗതവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും ഒന്ന് നോക്കി വെച്ചോളൂ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ കേരള ജോഗ്രഫിയിൽ നിന്ന് ഇപ്പം അങ്ങനെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ കണ്ടുവരുന്നില്ല. പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ വാട്ടർവേ 3 ഇവിടെ നിന്നൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പല രീതിയിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ടൈം അങ്ങ് കൊടുക്കണ്ട. അവിടെ നിന്ന് ചോദ്യത്തിന്റെ വെയിറ്റേജ് വളരെ കുറവാണ്. ചിലപ്പം ഒരു ചോദ്യമൊക്കെ വന്നാൽ ആയി എന്നുള്ള നിലയിലാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുള്ളത്. എന്താണെങ്കിൽ ഇവിടെ ഈ ഒരു കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും എന്നൊരു ഭാഗം നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നാഷണൽ വാട്ടർവേസും കൂടി ഇതിൻ്റെ ഒപ്പം നിങ്ങൾ NW3 ഒക്കെ പഠിച്ചു വെച്ചോളൂ. ഇനി നമുക്ക് ഇക്കണോമിക്സിലേക്ക് വരാം. 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇവിടെ നമുക്ക് തീർച്ചയായും പഞ്ചവത്സര പദ്ധതികൾ നിർബന്ധമായും പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചവത്സര പദ്ധതികൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും പഠിച്ചു പോവാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതിനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. നീതി ആയോഗിൽ നിന്നൊക്കെ എപ്പോഴും ചോദ്യം വരുന്നതാണ്. പിന്നെ ഇപ്പം നവസാമ്പത്തിക പരിഷ്കാരങ്ങളിൽ നിന്നും ചോദ്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ന്യൂ ഇക്കണോമിക് പോളിസി കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ ഹരിത വിപ്ലവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിത വിപ്ലവത്തിൽ നിന്ന് ഇപ്പം ഒരു ട്രെൻഡിങ് ടോപ്പിക് തന്നെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. വളരെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിന്നും വരുന്നുണ്ട്. സോ ഹരിത വിപ്ലവം കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ധാതുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇക്കണോമിക്സിൽ നിന്നും അതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇക്കണോമിക്സിൽ നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പാകത്തിന് ടോപ്പിക്കുകളൊന്നുമില്ല. ഇക്കണോമിക്സിലെ എല്ലാ ടോപ്പിക്കുകളും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നമുക്ക് 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇവിടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെയും നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ ഒരുപാട് ഏരിയാസ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്. മറ്റൊന്ന് ആമുഖം, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ആമുഖം. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ തന്നെ DPSP, നിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ തന്നെ മൗലിക കടമകൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു മേഖല മൊത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്, കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളുണ്ട്. ഭരണഘടനാ ഭേദഗതികൾ എപ്പോഴും 100 തൊട്ടിട്ട് നമ്മുടെ 106 വരെയുള്ള ഭരണഘടനാ ഭേദഗതികൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ നമുക്ക് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 42, 44, 52, 73, 74, 86, 91 തുടങ്ങിയ ഭരണഘടനാ ഭേദഗതികളും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഠിച്ചു വെക്കേണ്ട കാര്യമാണ് 3 ലിസ്റ്റുകളെ പറ്റിയിട്ട്. കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ യൂണിയൻ ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളിൽ വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഏതൊക്കെ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഇനി നമുക്ക് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്തിലേക്ക് പോകുമ്പം അവിടെയും 5 മാർക്കാണ് വെയിറ്റേജ്. ഈ ഒരു ഏരിയയിലേക്ക് പോകുമ്പം ആദ്യമൊക്കെ ഈ ഒരു സിവിൽ സർവീസ് എന്ന മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു സിവിൽ സർവീസ് ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്. എങ്കിലും നിങ്ങളൊന്ന് നോക്കിപ്പോയേക്കുക. പക്ഷേ ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ വരുന്നത്. പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ്സ്, ഇവിടെ കുറച്ച് കമ്മീഷൻസ് ഉണ്ടല്ലോ, ഈ വിവിധ കമ്മീഷനിലെ ചെയർമാൻ ആര് തുടങ്ങിയ ചോദ്യങ്ങൾ കൃത്യമായിട്ടും ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണം, ദുരന്ത നിവാരണ അതോറിറ്റി എന്നീ 2 മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും തന്നെ കാണാറുണ്ട്. ദുരന്ത നിവാരണത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണത്തിൽ നിന്നും ചോദ്യങ്ങൾ കാണുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇവിടെ കൂടുതലും കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട വെൽഫെയർ സ്കീംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിന്നും വരുന്നത്. അപ്പം നമ്മുടെ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ ഇവരുടെ സംരക്ഷണം എന്നുള്ള ഒരു ടോപ്പിക് ഇവിടെ കിടപ്പുണ്ട്. അവിടെ കൂടുതലും പ്രധാനപ്പെട്ട സ്കീംസുകൾ, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്കീംസുകളും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്. സോ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നുള്ള ഒരു ഏരിയ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സയൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, അപ്പം ജീവശാസ്ത്രത്തിലേക്ക് വരുമ്പം മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള പൊതു അറിവ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് കിടപ്പുണ്ട്. വളരെ വാസ്റ്റ് ആണ്. ഇവിടെ നോക്കിക്കേ 6 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഈ ഒരു ഹ്യൂമൻ ബോഡി മാത്രം പഠിക്കണമെങ്കിൽ നമുക്ക് എടുക്കും 1.5 വർഷം അല്ലേ. ഹ്യൂമൻ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ഏരിയ കണ്ടെത്തുക. ഇവിടെ ഏതാ? ജീവകങ്ങളും ധാതുക്കളും. 1 മാർക്ക് ഷോർട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് ഫോക്കസ് കൊടുക്കുക. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഏരിയയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഏരിയാസിന് ഫോക്കസ് കൊടുത്ത് ഈ ഏരിയാസ് ആദ്യം കവർ ചെയ്യുക. അത് കവർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ മാർക്ക് ഷുവർ ഷോട്ട് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് ശേഷം നിങ്ങൾ മറ്റ് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലോട്ട് പോകുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഉചിതം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഭൗതിക ശാസ്ത്രത്തിന് 3 മാർക്കാണുള്ളത്. അപ്പം ഇതും വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന സിലബസ് ആണ്. ഇവിടെ തന്നെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. എവിടെ നിന്നാണ് ചോദ്യം വരുന്നത്? ലെൻസിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം വരാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ന്യൂട്ടന്റെ ചലന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന് ചോദ്യം വരാറുണ്ട്. ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഏരിയയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഈ ഒരു 3 മാർക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ദ്രവ്യത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വരാറുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിന് എന്ത് ചെയ്യുക? പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കുക. ഇനി നമ്മുടെ ഫിസിക്സിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഭൂഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി, ഊർജം. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ആ ഏത് ഏരിയാസിനാണ് മുൻതൂക്കം വരുന്നത് എന്ന് നോക്കിയിട്ട് വേണം ഈ ഒരു ഫിസിക്സിനെയൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് രസതന്ത്രത്തിലേക്ക് പോവാം, കെമിസ്ട്രിയിലേക്ക് പോവാം. അവിടെ 3 മാർക്കാണ് വെയിറ്റേജ്. ഈ 3 മാർക്കിന് നമുക്ക് ഈ ഇത്രയും സിലബസ് ആണ് വരുന്നത്. ഈ സിലബസിൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഏരിയാസ് എല്ലാം തന്നെ ചോദിച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ വാതക നിയമങ്ങളാണെങ്കിലും അക്വാറീജി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ ചോദ്യങ്ങൾ കാണുന്ന മേഖലയാണ്. അപ്പം ഈ ഏരിയാസിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആവർത്തന പട്ടികയുടെ ഭാഗമാണെങ്കിലും അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ, pH മൂല്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. pH മൂല്യത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയാസിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തിട്ട് കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഫാക്റ്റുകൾ, അതായത് എല്ലാവർക്കും കിട്ടുന്ന കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള സാധനം ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ pH മൂല്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ അതൊക്കെ എല്ലാവരും ശരിയാക്കുന്ന ഏരിയാസാണ്, എല്ലാവർക്കും കിട്ടുന്ന ഏരിയാസ്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കരുത്. അങ്ങനെയുള്ള ഏരിയാസ്, അത്തരത്തിലുള്ള ഫാക്റ്റുകൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കലാകായികത്തിലേക്കൊക്കെ വരുമ്പം കറണ്ട് അഫയേഴ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം കലാ, കായികം, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ മേഖലാസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഇവിടെ പ്രശസ്തരായ വ്യക്തികളാണെങ്കിലും കറണ്ട് അഫെയറിൽ ഇപ്പം വരുന്നത് ഏതൊക്കെ, പ്രധാനപ്പെട്ട വ്യക്തികൾ ഏതൊക്കെ, പ്രധാനപ്പെട്ട അവാർഡ്സുകൾ ഏതൊക്കെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കലാ, കായികമൊക്കെ അപ്രോച്ച് ചെയ്യുക. കായികത്തിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ കായികവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫുള്ള് നന്നായിട്ട് നോക്കുക. കായികം എന്ന ടോപ്പിക്ക് നോക്കുക. അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം, കേരളത്തിൽ നിന്നുള്ള ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അതും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാഹിത്യത്തിലേക്ക് വരുമ്പോൾ സാഹിത്യത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതൊക്കെ, ബഹുമതികൾ ഏതൊക്കെ, ഇനി ഈ ഒരു സാഹിത്യകാരന്മാരാരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ലേറ്റസ്റ്റ് ആയിട്ട് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടത്. കൂടുതൽ നിങ്ങൾ ആനുകാലിക വിഷയങ്ങളിൽ പ്രാധാന്യം കൊടുത്ത് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ആനുകാലികവും ആർട്ട് ആൻഡ് കൾച്ചറും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കമ്പൈൻ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ 3 മാർക്കാണ് വെയിറ്റേജ്. കമ്പ്യൂട്ടറിൽ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് എല്ലാ ടോപ്പിക്കുകളും. പ്രത്യേകിച്ച് ഈ ഒരു നെറ്റ്വർക്ക് ഡിവൈസസ് എന്നുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് മാത്രം പഠിച്ചാൽ പോരാ, ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക,
പഠിച്ചു വെക്കുക. അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ച് ഈ ഒരു 3 മാർക്കും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പിന്നെ സുപ്രധാന നിയമത്തിലേക്ക് വരുമ്പം അവിടെ 5 മാർക്കാണ്. നമുക്ക് ഒരുപാട് ആക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. പക്ഷെ ഇവിടെ നോക്കിക്കേ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതില്ലാത്ത ചോദ്യപേപ്പർ ഉണ്ടോ? RTIയിൽ നിന്ന് ചോദ്യങ്ങളില്ലാത്ത ഏത് ചോദ്യപേപ്പറുള്ള ഒരു മജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും RTIയിൽ നിന്ന് ചോദ്യങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പോക്സോ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ ആക്ട് അതുപോലെ തന്നെ പോക്സോ ആക്ടിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നു കാണുന്നുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ നിന്നും ചോദ്യങ്ങൾ വന്നു കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് NHRCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ചോദ്യം വന്നു കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയാസ് അല്ലെങ്കിൽ ഈ നിയമങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രധാന നിയമങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഏരിയാസിന് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സുപ്രധാന നിയമങ്ങൾ പഠിക്കുക. അവിടെ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് 5 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ആനുകാലിക വിഷയങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 20 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെന്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ISROന്റെ പ്രധാനപ്പെട്ട മിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, CA ഡെയിലി വായിച്ച് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പോൾസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. പോളുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പഠിക്കുക. മാക്സിമം ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഇനി നമ്മുടെ MEM ആണ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഞാൻ പറയേണ്ടതില്ല, ഫുൾ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ MEMൽ ഏതൊക്കെ പഠിക്കാനുണ്ടോ ആ ടോപ്പിക്കുകൾ മുഴുവൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൃത്യമായിട്ടും അത് പഠിക്കണം. കൃത്യമായിട്ടും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ ടൈം മാനേജ്മെൻ്റ് ഒക്കെ കറക്റ്റാക്കി നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് MEMൽ നല്ല രീതിക്കൊരു സ്കോർ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, MEMനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിലബസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ഈ ഒരു സിലബസിനെ അപ്രോച്ച് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. അങ്ങനെ ചെറിയ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ VFA എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉടനെ വരുന്നതാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കാതെ നമ്മൾ ഇപ്പം തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മുടെ പഠനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇത്രയും വലിയൊരു സിലബസ് ഒക്കെ പഠിച്ചെടുക്കണ്ടേ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ CC പുതിയൊരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസിൻ്റെ റെക്കോർഡ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ പ്രോപ്പർ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ബാച്ചിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്